നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഈ സർക്കാർ, നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ കെയർ ടേക്കർ സർക്കാരായി മാറാൻ ഇനി ഏതാണ്ട് ഒരാഴ്ചക്കാലം മാത്രമേ പിന്നിടുന്നുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ നയിക്കുന്ന ഈ സർക്കാരിന് 2 മാസം കൂടി കാലാവധി ശേഷിക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കെയർ ടേക്കർ സർക്കാരായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞാൽ പിന്നെ നയപരമായ തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളുവാൻ പിണറായി വിജയൻ സർക്കാരിനാവില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ കേരളത്തിൽ എല്ലാ മുന്നണികളും നടത്തിയിരിക്കുന്നു. ഏറെ ദൂരം പലരും മുന്നോട്ട് പോയിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പലരും പലയിടങ്ങളിലും പ്രചരണം ആരംഭിച്ചിരിക്കുന്നതായി പോലും അറിയാൻ കഴിയുന്നു. എന്നാൽ CPM-നകത്ത് ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് വലിയ കോലാഹലങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ടേം എന്നുള്ളത് പല ഇടങ്ങളിലും സുസ്ഥിര സീറ്റുകളാണ്, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് 2 ടേം എന്നുള്ള ആ ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകാൻ പോകുന്നത്. മത്സരിച്ച് ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ 2 ടേം കഴിഞ്ഞ ആളുകളെ വീണ്ടും പുനഃപരിശോധിക്കേണ്ടതില്ല, അവർക്ക് സ്ഥാനം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് CPM-ന്റെ തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും നയിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. എന്നാൽ CPM-ന്റെ തലമുതിർന്ന നേതാവും 2ാം പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി നിയമസഭയിലേക്ക് എത്തിയ KK ശൈലജ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി 2ാം പിണറായി വിജയൻ സർക്കാരിൽ ഒഴിവാക്കപ്പെട്ട 1ാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ KK ശൈലജയെ ഇക്കുറി വെട്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് KK ശൈലജ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും അറിയാൻ കഴിയുന്നത്. KK ശൈലജയെ ഒരു കാരണവശാലും മട്ടന്നൂരിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തോട് KK ശൈലജ ഏതാണ്ട് അരമണിക്കൂർ നേരം തർക്ക വിതർക്കങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് തന്നെ മട്ടന്നൂരിൽ മത്സരിക്കാൻ സമ്മതിക്കുന്നില്ല, അനുവദിക്കുന്നില്ല എന്നുള്ളതിന് കൃത്യമായ ഉത്തരം തരണം എന്നാണ് KK ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചത്. എന്നാൽ മട്ടന്നൂരിൽ KK ശൈലജ മത്സരിക്കേണ്ടതില്ല, പകരം വേണമെന്നുണ്ടെങ്കിൽ പേരാവൂരിൽ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നു. എങ്കിലും ഈ തീരുമാനത്തോട് KK ശൈലജ അനുകൂല നിലപാട് അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. CPM-ന്റെ സമുന്നത നേതാവും മുൻനിര നേതാവും പ്രമുഖ നേതാവ് കൂടിയായ തോമസ് ഐസക്, 1ാം പിണറായി വിജയൻ സർക്കാരിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇക്കുറി മത്സര രംഗത്ത് ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങളാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ തോമസ് ഐസക്കിനെയും പിണറായി വിജയൻ വെട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തോമസ് ഐസക് മത്സരിക്കും എന്നൊരു മൊഴി നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ തോമസ് ഐസക്കിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ എവിടെയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ M സ്വരാജിനെ വീണ്ടും മത്സരിപ്പിക്കണം എന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടെങ്കിലും ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളുകയായിരുന്നു. M സ്വരാജിനും ഇക്കുറി സീറ്റില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ കണ്ണൂരിലെ ജയരാജത്രയങ്ങളിൽ P ജയരാജനെയും പിണറായി വിജയൻ വെട്ടി ഒതുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാന നിമിഷം ഇനി P ജയരാജന് സീറ്റ് നൽകുമോ എന്നുള്ളത് അറിയില്ല. എന്നാൽ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ എവിടെയെങ്കിലും P ജയരാജന്റെ പേര് പരാമർശിക്കുന്നതായി കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തോമസ് ഐസക്, ശ്രീമതി ടീച്ചർ, KK ശൈലജ, MM മണി, M സ്വരാജ് മുതലായവരുടെ പേരുകളാണ് CPM ഇപ്പോൾ വെട്ടിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്ന ലിസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ MM മണി തന്നെ മത്സരിക്കട്ടെ, ഉടുമ്പൻചോല കയറി ഉടുമ്പൻചോല പിടിക്കുന്നതിന് MM മണി തന്നെ ഇടുക്കിയിൽ മത്സരിക്കണം എന്നുള്ള തീരുമാനമായിരുന്നു നേരത്തെ പാർട്ടിക്കുണ്ടായിരുന്നതെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MM മണിക്ക് ചുവന്ന കൊടി വീശുകയായിരുന്നു. അതായത് MM മണി ഇനി ഉടുമ്പൻചോലയിൽ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം ജില്ലാ സെക്രട്ടറിയായ KK ജയചന്ദ്രൻ ഉടുമ്പൻചോലയിൽ മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. MM മണിയെ നേരത്തെ മാറ്റി നിർത്തിയേക്കും എന്നൊരു ധാരണ പരന്നിരുന്നെങ്കിലും പിന്നീട് ആ ധാരണകളെല്ലാം മാറി മണി ഉടുമ്പൻചോലയിൽ വീണ്ടും മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ മണിയാശാനെ വെട്ടി മാറ്റുകയായിരുന്നു. KK ജയചന്ദ്രനാണ് ഇക്കുറി ഉടുമ്പൻചോലയിൽ നിന്നും മത്സരിക്കുക എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ PK ബിജുവിനെയും മത്സര രംഗത്ത് നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി 4-5 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമാകും എന്ന് പറയുമ്പോൾ KK ശൈലജ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ അന്ന് തീരുമാനം കൈക്കൊള്ളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
3.0 ആവർത്തിച്ച് ഒരു തുടർ ഭരണത്തിന് ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് വിലങ്ങ് തടിയാകാൻ സാധ്യതയുള്ള അഥവാ തൻ്റെ നേർക്ക് നേർ നിന്ന് ചോദ്യങ്ങൾ ഉയർത്താൻ സാധ്യതയുള്ള അഥവാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറ്റുരയ്ക്കാൻ പോകുന്ന തരത്തിൽ ആരെങ്കിലും മത്സര രംഗത്ത് CPM-ന്റെ മുതിർന്ന നേതാക്കളുണ്ടെങ്കിൽ അവരെ വെട്ടിമാറ്റുക, വെട്ടി ഒതുക്കുക എന്നുള്ള ഒരു നയം തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് KK ശൈലജയ്ക്കും തോമസ് ഐസക്കിനും എല്ലാം സീറ്റ് നിഷേധിക്കപ്പെട്ടത് എന്നൊരു അഭ്യൂഹം കൂടി പരക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ M സ്വരാജിന് വീണ്ടും പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ മുഹമ്മദ് റിയാസിന് വീണ്ടും ഒരു അംഗത്തിനുള്ള അവസരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ M സ്വരാജിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ള ചില കിംവദന്തികളും പരക്കുന്നുണ്ട്. എന്താണ് ഒടുവിൽ ഇനി 4-5 തീയതികളിൽ ചേരാൻ ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തീരുമാനം എന്നുള്ളത് കണ്ടറിയുവാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നു. മണിയാശാനും ശ്രീമതി ടീച്ചറും KK ശൈലജയും P ജയരാജനും തോമസ് ഐസക്കും എല്ലാം ഇനി വീണ്ടും മത്സരിക്കാൻ രംഗത്തുണ്ടാകുമോ? KK ശൈലജയെ മട്ടന്നൂരിൽ തന്നെ മത്സരിപ്പിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.